പ്രമാണബദ്ധമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ സ്വഹാബത്ത് മനസ്സിലാക്കിയത് പോലെയാണ് ഈ പറയുന്നതെന്നറിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണിതെന്നറിഞ്ഞിട്ടും തന്റെ നാട്ടുകാരുടെ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് മഹല്ലുകാരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ആരുടെയൊക്കെയോ ചില വാക്കുകൾ കേട്ടുകൊണ്ട് ആ സത്യത്തെ മാറ്റിവെക്കാനാണ് തീരുമാനമെങ്കിലോ അത് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ആളുകളാണ് അങ്ങനെ തീരുമാനിക്കുന്നതെങ്കിലും ആര് തന്നെയാണത് തീരുമാനിക്കുന്നതെങ്കിലും അല്ലാഹു അവർക്കൊരു താക്കീത് കൊടുത്തിട്ടുണ്ട്. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصلح جهنم وساءت مصيرا. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. 4-ാം അധ്യായത്തിന്റെ 115-ാമത്തെ വചനമാണ്. ومن يشاقق الرسول من بعد ما تبين له الهدى. ഹുദ എന്താണെന്ന് വ്യക്തമായതിനു ശേഷം, സന്മാർഗം എന്താണെന്ന് വ്യക്തമായതിനു ശേഷം ആരാണോ പ്രവാചകനോട് എതിരിട്ട് നിൽക്കുന്നത്, സത്യവിശ്വാസികളെന്ന് ഇവിടെ പറഞ്ഞ ആളുകൾ സ്വഹാബത്താണ്. ആ സ്വഹാബത്തിന്റെ പാത കൈവിട്ടുകൊണ്ടും നിലകൊള്ളുന്നതാരാണോ, നുവല്ലിഹി മാ തവല്ല, അവനെ ഞാൻ തിരിഞ്ഞടത്തേക്ക് തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ, നരകത്തിലേക്ക് ഞാൻ അവനെ ഇട്ട് കരിച്ചു കളയുമെന്ന് മാത്രമല്ല അവന്റെ മടക്കം ആ നരകത്തിന്റെ ലോകത്തേക്കാണെന്നും അല്ലാഹു താക്കീത് ചെയ്യുകയാണ്. ഇതിന് നമ്മൾക്ക് ഏതുവരെ സമയമുള്ളൂ എന്നറിയുമോ തൈക്കടപ്പുറത്തുകാരെ? ഈ സംസാരം എല്ലാ സംഘടനാ വിവേചനങ്ങൾക്കപ്പുറത്തു നിന്നും ജസ്റ്റ് ഒന്ന് കേട്ടാൽ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ പറയുന്നതിൽ എവിടെയൊക്കെയോ ചില സത്യമുണ്ടെന്ന് നിനക്ക് മനസ്സിലാകും സഹോദരാ. കാരണം എന്താണെന്നറിയുമോ? ഖുർആനാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന അതിഥിയാണ് മരണം. എത്രയോ സമ്പത്തിന്റെ മടിത്തട്ടിൽ ജീവിക്കുന്ന ആളുകളല്ലയോ മരണവാർത്ത അവരുടേത് കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര ആളുകളാണ് ദിനേന എന്നോണം ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിട പറയുന്ന സമയം വരെ നമുക്ക് ചിന്തിക്കാൻ സമയമുള്ളൂ, ആലോചിക്കാൻ സമയമുള്ളൂ. ആ സമയത്തും നമ്മുടെ ദീനിന്റെ നിലപാടുകൾ നമ്മൾ നന്നാക്കിയില്ല എങ്കിലോ മരണത്തിന്റെ സമയത്ത് തന്നെ വിലപിക്കുന്ന വിലാപം എന്താണ്? ഖാല റബ്ബിർജിഊൻ, ഏ റബ്ബേ എന്നെ ഒന്നുകൂടി നീ തിരിച്ചുവിടുമോ എന്നാണ്. എന്തിനു വേണ്ടിയാണ്? ഞാൻ എന്റെ പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ച സമ്പത്ത് ഭദ്രമായ കൈകളിൽ ഒന്ന് നൽകാനാണ്. അല്ലെങ്കിൽ എന്റെ പൊന്നോമന മക്കളെ, എന്റെ പ്രിയതമയെ, എന്റെ പ്രിയതമനെ വേണ്ടപ്പെട്ട സേഫ് സോണിലേക്കൊന്നാക്കാനാണെന്ന് പറയാനല്ല. ഞാൻ ഒരുപാട് നന്മകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് റബ്ബേ, ആ നന്മകളൊന്ന് തിരിച്ചു പിടിക്കാനാണ്. വിശ്വാസ വ്യതിയാനങ്ങളുടെ വഴികളിലൂടെ സഞ്ചരിച്ചവനാണ്, ആ വിശ്വാസങ്ങളെ ഒന്ന് വിമലീകരിക്കാനാണ്. എന്റെ കർമ്മങ്ങളിൽ ഒരുപാട് അനാചാരങ്ങൾ കടന്നു വന്നു പോയി, അതൊന്ന് നന്നാക്കിയെടുക്കാനാണ്.